അതുകൊണ്ട് നോക്കി ഇപ്പോൾ പൊട്ട സംഭവം പൊട്ട മാത്രമല്ല തകർന്ന് താഴോട്ട് അങ്ങോട്ട് വെക്കും. ഓരോ ദിവസം ഓരോ ഫ്ലൈറ്റ് വെച്ച് ഇറാൻ അങ്ങോട്ട് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം F-15 തുടങ്ങി. അപ്പോൾ അമേരിക്ക പറഞ്ഞത് ഞങ്ങൾ പരസ്പരം വെടിവെച്ചിട്ടതാണ്. അത് കഴിഞ്ഞ് F-35 ഒന്ന് ബുക്കി. അപ്പോൾ അമേരിക്ക പറഞ്ഞേ ചെറുതായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോയിട്ടുള്ള മിസൈൽ ഒന്നും പറ്റിയിട്ടില്ല, ഞങ്ങൾ സേഫായിട്ട് ലാൻഡ് ചെയ്തപ്പോൾ ഞങ്ങൾ ആക്രിക്കച്ചവടത്തിന് വിട്ടിട്ടുണ്ട് പറഞ്ഞു. ഇന്നലെ F-16 പൊളിഞ്ഞു. അപ്പോൾ അമേരിക്ക എന്ന് പറഞ്ഞു ചെറുതായിട്ട് വീണ്ടും ഒന്ന് കൊണ്ടിട്ടിട്ട്, പക്ഷേ പ്രശ്നമൊന്നുമില്ല, സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി ഇതാ F-15 വീണ്ടും പൊട്ടി. ഇനിയിപ്പോൾ പൊട്ടിയതിൻ്റെ ഈ തെളിവുകൾ ഏതായാലും അമേരിക്കയും ഇസ്രായേലും പുറത്തോട്ട് വിടുന്നില്ല. അതുകൊണ്ട് ഇറാൻ തന്നെ എന്ത് ചെയ്ത് അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് അതേപോലെ പുറത്തോട്ട് വിട്ടു. ഇനിയോ പറയാൻ പറ്റൂല പൊട്ടിയില്ല തെറിച്ചില്ല എന്നൊക്കെ. മിസൈൽ പിന്നിൽ പോയിട്ട് തകിടം മറക്കുന്ന സീനാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മിസൈലുകളാണ് ഏറ്റവും രസമുള്ള മിസൈലുകൾ. ഇപ്പം ഈ മിസൈലുകൾ മജീദ് എന്ന് പറഞ്ഞിട്ടുള്ള മിസൈലുകൾ, മജീദ് 2 എന്ന് പറഞ്ഞിട്ടുള്ള മിസൈലുകളാണ് ഈ പറഞ്ഞ പണി ഇപ്പം അമേരിക്കയ്ക്കും ഇസ്രായേലിനും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ മജീദ് എന്ന് പറഞ്ഞിട്ടുള്ള മിസൈലിന് ചില കഴിവുകളും ചില പ്രത്യേക സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ആദ്യം പറയാം. ഈ മജീദ് മിസൈൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 2000 കിലോമീറ്റർ വരെയൊക്കെ പോകാൻ പറ്റുന്ന മിസൈലാണെന്ന് പറയുന്നത്. ഇത് ഇറാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇറാൻ്റെ ഇപ്പോഴത്തെ ഇറാൻ്റെ അയൺ ഡോം സിസ്റ്റം ഉണ്ടല്ലോ, അതായത് ഇറാൻ്റെ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ നിന്നാണ് ഈ പറഞ്ഞ മിസൈൽ പോകുന്നത്. ഈ മിസൈൽ എവിടെ പോയി കഴിഞ്ഞാൽ പിന്നാലെ പോയി പൊട്ടിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ F-35 സെൽറ്റ് വിമാനങ്ങളാണ്. ഈ വിമാനങ്ങളെ പോലും ഒരു രക്ഷയിലാണ്, അല്ലെങ്കിൽ പിന്നാലെ പോയിട്ട് ഇവന്മാർ പിടിക്കുന്നതിൻ്റെ ചില ടെക്നിക്കുകളുണ്ട്. അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള ടെക്നിക്ക്. ഇത് പണ്ടേ യൂസ് ചെയ്ത സാധനമാണ്. ഈ അമേരിക്കയുടെ F-35 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 360 ഡിഗ്രിയിലും കംപ്ലീറ്റ്ലി റഡാർ പ്രൊട്ടക്ഷനുള്ള വിമാനങ്ങളാണ്. ഈ പറഞ്ഞ റഡാറിന് പോലും ഈ വരുന്ന മജീദ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ മിസൈലുകളെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവർ യൂസ് ചെയ്യുന്ന ഇൻഫ്രാറെഡ് രശ്മികൾ വെച്ചിട്ടാണ് ഈ മിസൈലുകൾ ഈ പറഞ്ഞ സംഭവത്തിൻ്റെ പിന്നാലെ പോകുന്നത്. അതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ F-35 ഒന്നും റഡാറുകൾക്ക് പറ്റുന്നില്ല എന്നാണ് പറയുമ്പോൾ ഓൾഡ് സിസ്റ്റം, പുതിയ സിസ്റ്റം എന്നല്ല, പഴയ സിസ്റ്റം, എന്നിട്ട് പോലും പറ്റാത്ത അവസ്ഥ. മാത്രമല്ല ഈ F-35 വിമാനങ്ങൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകുമ്പോൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ താപം, അതായത് ചൂടുണ്ടാക്കുന്ന പറയുന്നത്. ഈ മജീദ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ മിസൈൽ ഇതിൻ്റെ പിന്നാലെ പോകുന്നത്. അതായത് ചൂട് ഡിറ്റക്ട് ചെയ്ത് അതിൻ്റെ പിന്നാലെ പോയിട്ടാണ് മനോഹരമായി പൊട്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിവസം ഓരോ വിമാനങ്ങൾ വെച്ച് പൊട്ടുന്നുണ്ട്. കൂട്ടത്തിൽ ഇറാൻ്റെ ഈ ഇസ്രായേലിൻ്റെ ഡ്രോണുകളും അമേരിക്കയുടെ ഡ്രോണുകളും ഡസൺ കണക്കിൽ ഓരോ ദിവസവും ഇപ്പം ഇറാൻ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരാണ്? അമേരിക്ക കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞത് ഇറാൻ്റെ കംപ്ലീറ്റ് വ്യോമ പ്രതിരോധ സിസ്റ്റം ഞങ്ങൾ തീർത്തു എന്ന് പറയുമ്പോഴും അമേരിക്കയുടെ ഓരോ വിമാനം ഇങ്ങനെ പൊട്ടി അതിൻ്റെ പൂത്തിരി കത്തുന്നവരെ, പെരുന്നാളിൻ്റെ പൂത്തിരി കത്തുന്നവരെ കത്തിക്കൊണ്ട് കയറും. ഇനി അത് മാത്രമല്ല, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തോട്ടെടുത്തുള്ള മറ്റൊരു മിസൈലിൻ്റെ പേരാണ് അറേഷ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രോണുകളാണ് ഇപ്പം പുതുതായിട്ട് ഇറാൻ പുറത്തോട്ടെടുത്തിട്ടുള്ളത്. ഈ ബെൻകുരിയനിലൊക്കെ കഴിഞ്ഞ ദിവസം പൊട്ടിച്ചത് മൊത്തം ഈ ഡ്രോണുകളാണ്. ഈ ഡ്രോൺ ഏകദേശം 2000 കിലോമീറ്റർ വരെ പോകാൻ പറ്റും. ഇത്ര പോകുന്ന ഡ്രോണുകളാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഫോട്ടോയിലൊക്കെ അല്ലേ. ഈ സാധനങ്ങൾ 2000 കിലോമീറ്റർ പോകുന്നത്. 150 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും വെച്ചിട്ട് അവന്മാർ പോകുന്നത്. സുഖമായിട്ട് സ്ഥലത്ത് പോയി പൊട്ടിച്ച് വരുന്ന അവസ്ഥ. ബെൻകുരിയനിലെ പല ഭാഗങ്ങളിലും വീണിട്ടാണ് ഇതിൻ്റെ ബെൻകുരിയൻ എയർപോർട്ടിൻ്റെ തന്നെ പല ഭാഗങ്ങളും തീർത്ത് കളഞ്ഞത്. പിന്നെ ഇത് ചെറുതായതുകൊണ്ടും ഇതിന് വെയിറ്റ് ഒരുപാടില്ലാത്തത് കൊണ്ടും തന്നെ ഇസ്രായേലിൻ്റെ അയൺ ഡോം സിസ്റ്റത്തിന് ഇതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. താഴ്ന്നും കൂടെ പറക്കുന്നത്. അതുകൊണ്ട് ഏത് അയൺ ഡോം സിസ്റ്റത്തിനും ക്രോസ് ചെയ്തിട്ടാണ് ഇതിപ്പം ലക്ഷ്യസ്ഥാനങ്ങളിൽ പോകുന്നത്. തുടക്കത്തിൽ ഇറാൻ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ ആദ്യത്തെ 2 ആഴ്ചയോളം വിട്ട് കളിച്ചത് ഞങ്ങളുടെ പഴയ 2013-14 ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് പഴയ ഐറ്റംസ് ഞങ്ങൾ കൊടുത്തു വിട്ടത്, ഇനി ഞങ്ങൾ പുതിയ ഐറ്റംസ് എടുക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ പറഞ്ഞതുപോലെ തന്നെ ആയി. ഈ കഴിഞ്ഞ ഒരു 7 ദിവസം കൊണ്ട് ഇസ്രായേലിൻ്റെ വികാനുള്ള എല്ലാ സ്ഥലത്തും മിസൈലുകളും ഡ്രോണുകളും വീണ് തുടങ്ങിയിട്ടുണ്ട്. ഏതാണെങ്കിലും കടിച്ചോ ഇല്ല പിടിച്ചോ ഇല്ല എന്നും പറഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലും അങ്ങനെ മൂക്കത്ത് കൈ വെച്ചിരിക്കുന്ന അവസ്ഥയാണ്. യുദ്ധത്തിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ ഭീരുക്കളാണ് പിന്മാറിയെന്ന് പറയും, കളിയാക്കും. അതുകൊണ്ട് ഇല്ലാത്ത തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇറാനോട് യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട്. ഇറാനാണെങ്കിൽ ഒരു നിലക്കും സമ്മതിക്കില്ലാന്ന്. നിങ്ങൾ വേണമെങ്കിൽ നിർത്താണ്ടൊക്കെ ഇരുന്നോ, ഞങ്ങൾ നിർത്തിയിട്ടില്ല, ഞങ്ങൾ തീരുമാനിക്കും എപ്പം യുദ്ധം നിർത്തണം എന്നുള്ളത്. ആരൊക്കെ മരിച്ചു കഴിഞ്ഞാലും ഞങ്ങളുടെ അല്ലെങ്കിൽ സ്വന്തം പരമോന്നത നേതാവടക്കം വലിയ യുദ്ധ തന്ത്രജ്ഞരടക്കം മരിച്ചു കഴിഞ്ഞാലും ഇവർക്ക് അടുത്ത ഒരു 4 പൊസിഷനിലോട്ടുള്ള ആളുകൾ, ബാക്ക് ടു ബാക്ക് ആളുകളെ അവിടെ ഓൾറെഡി നിർണ്ണയിച്ച് വെച്ചിട്ടുണ്ട് ഇറാൻ എന്നാണ് പറഞ്ഞത്. അതായത് ആദ്യത്തെ ഒരു നേതാവിനെ കൊന്ന് 2ാമത്തും 3ാമത്തും 4ാമത്തൊന്നും കൊന്നു കഴിയുന്നവരെ ഉള്ള ആളുകൾ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇറാൻ ഈ യുദ്ധത്തിന് ഇറങ്ങിയിട്ട് തന്നെ ഉള്ളത്. അപ്പോൾ നമുക്ക് ആലോചിക്കാം ഇറാൻ എത്രത്തോളം പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു യുദ്ധം വെയിറ്റ് ചെയ്തിരുന്നത് എന്നുള്ളത്. ഇങ്ങനെ ഓരോ ദിവസം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഓരോ വിമാനങ്ങളും ഓരോ സ്ഥലങ്ങളിലും ഓരോ ബേസുകളിലോട്ടും ഓരോന്ന് വീണുകൊണ്ടിരിക്കും. അത് വന്ന് സമ്മതിച്ചു തരാൻ ഇവർക്ക് പോലും പറ്റാത്ത അവസ്ഥ. ഇന്നലെ IDF-ൻ്റെ തന്നെ ഹെഡ് വന്ന് പറഞ്ഞു, ഞങ്ങൾ ഇറാനെ കുറച്ചൊന്ന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു പോയി, അവരിപ്പോഴും ഞങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ 90% ഇപ്പോഴും ഞങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, 10% മാത്രമേ ഇവിടെ വീകുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. ആ 10% വീണതിൻ്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ 2 ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലായി. 250 ആളുകൾ ഹോസ്പിറ്റലിൽ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നു. അതിൽ എത്ര എണ്ണം തട്ടിപ്പോയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് ഏതായാലും IDF പുറത്തോട്ട് വെക്കാൻ പോകുന്നില്ല. അതിനിപ്പോൾ ആരവിടെ മരിച്ചു കഴിഞ്ഞാലും നമ്മളത് അറിയാനും പോകുന്നില്ല. അതുകൊണ്ട് IDF തന്നെ
വന്ന് സമ്മതിച്ചു, ഞങ്ങൾക്ക് പറ്റിപ്പോയി, ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, മിസൈലുകൾ ദിവസവും വീണുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. 90% ഒരു കണക്ക് അവിടെ ഒരു ചെക്കിൽ വെച്ചിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, ലെബനോനിൽ ഇന്നലെ ഒരു വലിയ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. ലെബനോൻ ഈ ഇസ്രായേൽ അതിർത്തിയിൽ, അതായത് മിസ്കാവ് അമീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് ടാങ്ക് അറ്റാക്ക്, അതായത് ടാങ്ക് വിരുദ്ധ മിസൈൽ അറ്റാക്കാണ് ഹിസ്ബുള്ള നടത്തിയിട്ടുള്ളത്. ഇതിൽ ചില ഇസ്രായേലികൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പേർക്ക് ഇവിടെ പരിക്കും പറ്റിയിട്ടുണ്ട് എന്ന് ഹിസ്ബുള്ളയുടെ സൈഡിൽ നിന്നും IDFൻ്റെ സൈഡിൽ നിന്നും കൺഫർമേഷൻ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ്റെ സൈഡിൽ നിന്നും ഹിസ്ബുള്ളയുടെ സൈഡിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അറ്റാക്കാണ് ഇപ്പം ഈ ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി കഴിഞ്ഞ ഇപ്പം നമ്മൾ ഈ F-15 വിമാനം തകർന്നത് പറഞ്ഞല്ലേ, ഇത് തകർന്നത് എവിടെയെന്ന് നിങ്ങൾ ചിന്തിക്കണം. ആദ്യം ഇത് തകർന്നിട്ടുള്ളത് ഹോർമോസ്, അതായത് ഹോർമോസിൻ്റെ മേലെ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തകർന്നത്. കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് വന്ന് 48 മണിക്കൂറിൻ്റെ അകം നിങ്ങൾ ഹോർമോസിലെ കംപ്ലീറ്റ്ലി ഓപ്പൺ ചെയ്ത് അതിലൂടെ തുടർന്ന് അവിടെയുള്ള ആളുകൾക്ക് പോകാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ പറ്റാത്തൊരവസ്ഥ വന്ന് ഞങ്ങൾ നിങ്ങളെ തീർക്കും, നിങ്ങളുടെ പവർ പ്ലാന്റുകൾ മൊത്തം ഞങ്ങൾ അടിക്കും എന്നും പറഞ്ഞിട്ട് അതിനെ വാച്ച് ചെയ്യാൻ പോയിട്ടുള്ള F-15 ആണ് ഇപ്പം ഇറാൻ വെടിവെച്ച് അവിടെ ഇട്ട് കിടക്കുന്നത്. എവിടെ താന്നത് പോലും അമേരിക്കയ്ക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ ഹോർമോസ് കടലിടുക്കിൽ ഏകദേശം 48ഓളം മൈനുകൾ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ എവിടെ പൊട്ടുന്ന അമേരിക്കയ്ക്ക് പോലും അറിയില്ല. ഇനി ഇറാൻ്റെ വിദേശകാര്യമന്ത്രി എന്ന് പറഞ്ഞു, ഞങ്ങൾ ഹോർമോസ് അടച്ചിട്ടില്ല, നിങ്ങളും നിങ്ങളുടെ സഖ്യകക്ഷികളടക്കം ഏതെങ്കിലും ഒരുത്തൻ അതിലൂടെ കപ്പൽ പോയി കഴിഞ്ഞാൽ, അതായത് ഇസ്രായേലും അമേരിക്കയും ഇവരുടെ സഖ്യകക്ഷികളും അതിൽ കൂടെ കപ്പൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങൾ മുക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുക്കും, ബാക്കി ആർക്കും അതിൽ പോകുന്നതിന് ഒരു പ്രശ്നവും ഇല്ല എന്നാണ് ഇറാൻ്റെ സൈഡിൽ നിന്നുള്ള IRGCയുടെ അല്ലെങ്കിൽ ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്ററും ഇന്നലെ വന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് അമേരിക്കൻ ട്രംപ് നിങ്ങൾ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ വലിയ ഞങ്ങളെ വെല്ലുവിളിച്ച് കഴിഞ്ഞാലും അതിൻ്റെ അപ്പുറത്തോട്ടൊരു ചെക്ക് വെക്കാൻ ഞങ്ങൾക്കറിയാം, ഞങ്ങളത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിന് പാഠം പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ അമേരിക്ക പോകുന്നത്. അതേപോലെ തന്നെ ഈ ലെബനോൻ അതിർത്തിയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ആക്രമണത്തിൽ അവിടുത്തെ അയൺ ഡോം സിസ്റ്റം ഒന്നുപോലും പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. കംപ്ലീറ്റ്ലി സൈലൻ്റ് ആയിരുന്നു. അതായത് അവിടുത്തെ ഒരു അലാം പോലും പ്രവർത്തിച്ചില്ല, അല്ലെങ്കിൽ ഒരു അലാം പോലും സൗണ്ട് പോലും പുറപ്പെടുവിക്കാത്ത രീതിയിലുള്ള ആക്രമണമാണ് ലെബനോൻ്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ സൈഡിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വിടുന്ന മിസൈലുകളും വിടുന്ന ബോംബുകളും വിടുന്ന ക്ലസ്റ്റർ ബോംബുകളും വിടുന്ന ഡ്രോണുകളും എല്ലാം കറക്റ്റായിട്ട് ഇസ്രായേൽ എവിടെ വീകണമെന്ന് വിചാരിച്ചാൽ അവിടെ പോയി വീകുന്ന വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പം ഇസ്രായേൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇനി വരുന്ന 48 മണിക്കൂർ അമേരിക്ക ഈ ഒരു വെല്ലുവിളിയും കൂടെ വിളിച്ചതുകൊണ്ട് ഇറാൻ ഏത് രീതിയിലാണ് അങ്ങോട്ടൊക്കെ മിസൈൽ പായിപ്പിക്കുന്നത് എന്നുള്ളത് ഇറാന് പോലും അറിയാത്ത അവസ്ഥയാണ്. ഇനി അവിടുത്തെ സംഘികളുമായിട്ടുള്ള കുറച്ച് മലയാളി ചേട്ടന്മാരും ചേച്ചിമാരും ഉണ്ട്. നിങ്ങൾ ദിവസത്തിൽ ആകെ 5-10 മിനിറ്റാണ് ഒന്ന് വായു കൊള്ളാൻ വേണ്ടി പുറത്തോട്ട് വരുന്നത്. ആ സമയത്തൊക്കെ തലയിൽ വല്ല ഡ്രോണും വീണ് പൊട്ടാണ്ടിരിക്കാൻ നോക്കണം കേട്ടോ. കാരണം നീ ഒന്ന് ചത്തുപോയാൽ പോലും തിരിഞ്ഞു നോക്കാൻ ഒരു ഇസ്രായേലികളും ഉണ്ടാവില്ല അവിടെ. നീയൊക്കെ ചത്ത അവിടെ കിടന്ന് മലച്ചാൽ തന്നെ ഇവിടെ അറിയണമെങ്കിൽ വല്ലവന്മാരും കണ്ടിട്ട് വല്ല ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താലേ ഇവിടെ അത് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവിടെ സുരക്ഷിതമായിട്ട് ഒന്ന് പ്ലീസ്, ഇപ്പം നമ്മൾ വെറുതെ എന്തിനാ സംഖ്യസൊക്കെ പറയുന്നത്, അതുകൊണ്ട് സ്വന്തം ജീവനിൽ കൊതി ഉണ്ടെങ്കിൽ ഒന്ന് പേടിക്കാണ്ടിരിക്കുക. പിന്നെ അവിടുന്ന് യഥാർത്ഥത്തിൽ കൺസേൺ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പാവം അവർക്കൊക്കെ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും വരാണ്ടിരിക്കട്ടെ. ഇന്നലെ മരിച്ചു എന്ന് നമ്മൾ ഇവിടെ അറിഞ്ഞിട്ടുള്ള സുരേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ, അതായത് തിരുവനന്തപുരം സ്വദേശിയുടെ മറ്റൊരു വിവരങ്ങളും പിന്നെ ഇന്ന് വന്നിട്ടില്ല. ഇന്നലെ ഒരൊറ്റ വിവരത്തിൽ അവിടെ നിന്നാൽ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കണം അതിൻ്റെ സീരിയസ്നെസ് എത്രത്തോളം ഉണ്ടെന്ന് വീണ്ടും ഞാൻ ഈ വീഡിയോയിൽ പറയട്ടോ. ആ ഒരു വാർത്ത കിട്ടിയിട്ട് ഇതുവരെ അതിൻ്റെ ഒരു കൺഫർമേഷനോ അല്ലെങ്കിൽ എന്താണ് അവസ്ഥ, എങ്ങനെ മരിച്ചു, ഒരു ഡീറ്റെയിൽസും ഇതുവരെ പുറത്തോട്ട് ന്യൂസിൽ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവിടെ എത്ര പേര് മരിക്കുന്നുണ്ടാവും, എത്ര ന്യൂസ് പുറത്തോട്ട് വരുന്നുണ്ട് എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നുള്ളൂ ഇക്കാര്യം. ഇതിൻ്റെ കൂട്ടത്തിൽ സത്യത്തിലെ ലോക മുസ്ലിങ്ങൾക്ക് പെരുന്നാൾ ഇന്നലത്തോടുകൂടി കഴിഞ്ഞു. പക്ഷേ അതിനുശേഷം ഇസ്രായേലിൽ പെരുന്നാൾ യഥാർത്ഥത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ദിവസവും രാത്രി അവിടെ പള്ളിപ്പെരുന്നേക്കാൾ വലിയ വെടിക്കെട്ടാണ് നാം കേൾക്കുന്നത്. ഇതേ സ്ഥാനത്ത് ഇറാനിലും ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. ഇറാനിൽ ഒരുപാട് സ്ഥലത്ത് അമേരിക്ക ബോംബിങ് അല്ലെങ്കിൽ ഇസ്രായേൽ ബോംബിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് യുദ്ധത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ. മറ്റ് അപ്ഡേറ്റുകൾ നമുക്ക് പറയാം. അപ്പം വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ബാക്കിയുള്ള ആൾക്കാരോട് എത്തിക്കാൻ നോക്കുക. നിങ്ങളുടെ സപ്പോർട്ട് അതൊന്നുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്തിട്ടും അല്ലെങ്കിൽ കാര്യങ്ങൾ സംസാരിച്ചിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം.